സുഹൃത്തുക്കളെ, നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോ എന്താണെന്ന് നോക്കാം. ഈ ചെടി ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊരു ഔഷധ ചെടിയാണ്. സർവ്വസാധാരണമായിട്ട് ഇത് തോട്ടത്തിലൊക്കെ, അതായത് റബ്ബറും തോട്ടത്തിലൊക്കെ കാണാൻ പറ്റുന്നൊരു ഔഷധ ചെടിയാണ്. ഇതുകൊണ്ട് ഭയങ്കര ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഇല, ഇതിൻ്റെ വേര് സമൂലം നമ്മൾ പറിച്ചെടുത്ത് രാവിലെ വെളുപ്പിനെ പാലിനകത്ത് അരച്ച് കഴിച്ചാൽ ശ്വാസം മുട്ടൽ, നമുക്ക് ഈ ഹൃദയധമനിയിലുള്ള ബ്ലോക്കുകളൊക്കെ മാറുമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ചതാണ്. എനിക്ക് ചെറിയ ശ്വാസം മുട്ടലുണ്ടായിരുന്നു, ഞാനിത് ഉപയോഗിച്ചായിരുന്നു. നല്ല കുറവുണ്ട്. ഇതൊന്ന് നമുക്ക് വേര് ഒന്ന് പറിച്ച് നോക്കാം. ഇതിൻ്റെ പേര് ആനച്ചുവടി എന്നാണ് പറയുന്നത്. ഇതെല്ലാവരും പറമ്പിൽ കാണുന്ന നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ വേര് സമൂലം നമ്മൾ അരച്ച് കഴിക്കണം. ഇങ്ങനെ പല ഔഷധങ്ങളും നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. പക്ഷെ നമ്മളറിയാതെ എല്ലാം അലോപ്പതി എന്നും പറഞ്ഞ് പോവുക. കണ്ടോ? ഇതിൻ്റെ വേരുൾപ്പെടെയാണ് നമ്മൾ കഴിക്കേണ്ടത്. രാവിലെ വെളുപ്പിനെ സൂര്യോദയത്തിന് മുമ്പ് പാലിനകത്ത് അരച്ച്, വേരുൾപ്പെടെ സമൂലം അരച്ച് പാലിനകത്ത് നമ്മൾ കഴിക്കണം. 9 ദിവസം കഴിക്കണം. ഞാൻ കഴിച്ചായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടൽ ചെറിയ കുറവുണ്ട്. പിന്നെ ഈ സിഗരറ്റും ബീഡിയൊക്കെ വലിക്കുന്നവരെ ഉപയോഗിച്ചാൽ നല്ലതാണ്, കറയൊക്കെ മാറും. ആനച്ചുവടി ആണ് എൻ്റെ ഇല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, കണ്ടോ? അപ്പോൾ ഇത് നിങ്ങളുടെ ഭാഗത്ത്, നിങ്ങളുടെ അയ്യത്തൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ പറമ്പിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ്. ആണ് എൻ്റെ വേരൊക്കെ നല്ല കട്ടി വേരാണ്. ഇത് വെച്ച് പണ്ട് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ നേരത്തെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അപ്പം ഉണ്ടാക്കി തിന്നുമെന്നാണ് പറയുന്നത്. അരച്ച്, മാവിൻ്റെ കൂടെ അരച്ച് ചേർത്ത് അപ്പം ഉണ്ടാക്കി കഴിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഒരു ഔഷധ ചെടിയാണ്. ഇതിൻ്റെ ചെറിയ തൈയൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ശ്വാസം മുട്ടലിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. ഇത് പാലിനകത്തോ തേനിനകത്തോ നമ്മൾ അരച്ച് ചേർത്ത് കഴിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നിങ്ങളുടെ അവിടെ നാട്ടിൽ എന്താ പേര് വിളിക്കുന്നതെന്നുള്ള നമ്മുടെ കമൻറ്റിലൊന്ന് പറയണേ. ഓക്കെ, എല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ.